മോചിപ്പിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണമേ. നമുക്ക് ഈ ദിവസത്തിൽ വീണ്ടും പരിസരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കൈതിരി പങ്കാരായി അത് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വിദേശ രാജ്യങ്ങളെയും വീണ്ടും അമ്മയുടെ ഗതിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ പരിസരത്തെ കടബാധ്യതകൾ ഏറെയുണ്ട്. ഈ ആലയം പണി പൂർത്തിയാക്കി തന്നതിൽ അതിന് മുൻപേ ഉള്ള ബാധ്യതകളും ഉണ്ട്. അപ്പോൾ ഈ ബാധ്യതകൾ ആ പഴയ ബാധ്യതകളൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഈ പരിസരം ഇത്ര ഭംഗിയായി പൂർത്തീകരിച്ച ദൈവം നമുക്ക് തന്നത്. ആ വലിയൊരു അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. എപ്പോഴും പരിസരത്തിന് വേണ്ടി പ്രാർത്ഥന നിരതരായിരിക്കുകയും വേണം. ഇത് മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെതായ ദൈവിക സ്വർഗീയ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുവാനായിട്ട് പ്രദത്തെയും കുടുംബത്തെയും ദൈവപിതാവ് പ്രത്യേകം തെരഞ്ഞെടുത്ത് നമുക്ക് ഏൽപ്പിച്ചു തന്നു. നമ്മൾ വളരെ ദൂരെ എങ്ങും പോകുവാനോ വലിയ കഷ്ടപ്പാടോ ഒന്നുമില്ലാതെ നമ്മൾക്ക് ഈ ആലയത്തിൽ കടന്നു വന്ന് ഇതിൽ നിന്നുള്ള എല്ലാ ഓരോരോ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് അനുസൃതം തന്ന് നമ്മളെ ഓരോരോ വലിയ വലിയ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഒക്കെ നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നു. അതിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മള് ഈ ബ്രദറിനെയും കുടുംബത്തെയും ദൈവപിതാവ് തെരഞ്ഞെടുത്ത് നമുക്ക് തന്നു. അതിനുവേണ്ടി നമുക്ക് ബ്രദറിനെയും കുടുംബത്തെയും പരിശുദ്ധാമ്മയുടെ ഹൃദയത്തിലേക്ക് അമ്മയുടെ മടിത്തട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിക്കുന്ന ഈ ആലയത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോരോ സന്ദേശങ്ങൾ ഇനിയും കൂടുതലായിട്ട് നമുക്ക് വലിയ വലിയ സന്ദേശങ്ങൾ ലഭിക്കേണ്ടതായിട്ടില്ല. ദൈവപിതാവ് തന്നില്ലെങ്കിൽ തന്നെയും നമുക്ക് അത് ലഭിക്കേണ്ടതായിട്ടില്ലാത്ത അവസ്ഥയിലാണ് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രമല്ല നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ. സ്വർഗീയ ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്ന് വിവരിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്ന് ഓരോ മനഃപ്പാഠമാക്കി തന്നിട്ടുണ്ട്. അവയെല്ലാം നമ്മൾ തിരസ്കരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാതെ അതിനെ അനുകൂലിച്ചുകൊണ്ട് ദൈവപിതാവ് ഓരോ ഈ കാലഘട്ടത്തിൻ്റെതായ എല്ലാ ആവശ്യങ്ങളും പ്രകൃതിയിലൂടെ നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഈ കടബാധ്യതകളെ നമുക്ക് അമ്മയുടെ പ്രകൃതിയിലേക്ക് വീണ്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വീണ്ടും ഈ രാജ്യങ്ങളെല്ലാം സമർപ്പിക്കാം. ഇതിനോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ മടിത്തട്ടിലായിരുന്നോണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രകൃതിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈ സമയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രത്യേക കാര്യം കൂടി ഇന്ന് കന്നിയല്ല, ഇന്ന് ഒരു ദമ്പതികളുടെ 25ാമത്തെ വിവാഹ വാർഷികമാണ്. അതായത് ജോസഫ് മരിയ, ശ്രീമന്തമായ ജോസഫിന്റെയും മരിയയുടെയും 25ാമത്തെ വിവാഹ വാർഷികമാണ്. അതിന്റെ സന്തോഷത്തിനായിട്ടും ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ടും ദീർഘനാള് അവര് ഈ ദൈവിക കൃപയിലായിരുന്നുകൊണ്ട് ഈ ആലയത്തിൽ പിതാവേറ്റിന്റെ ശുശ്രൂഷ ദീർഘനാൾ ചെയ്തുകൊണ്ട് ആരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സന്തോഷത്തിനായിട്ടാണ് ഇന്ന് കഞ്ഞിയല്ല കൂടാണ് നമുക്കിന്ന് അവര് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്കായിട്ട് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തട്ടെ, രക്ഷിച്ചുകൊള്ളണമേ. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്കും തന്ത്രാനുള്ള രക്ഷയുള്ളതേ. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്കും തന്ത്രാനുള്ള രക്ഷയുള്ളതേ.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇപ്പോൾ എന്നേക്കും ആമേൻ. ഈശോയെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അനേകാരുടെ കൂടുതൽ ആവശ്യമായിരുന്ന ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് അനയിക്കുകയും ചെയ്യണമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി